ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. റോമാലേഖനം 16-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം, സമാധാനത്തിൻ്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ കാൽക്കീഴിലാക്കി മെതിച്ചു കളയും. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവെഴുത്താണ്. നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയുടെ ഇടയിൽ എല്ലാവരും പറഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു വചനമാണ്, സമാധാനത്തിൻ്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ കാൽക്കീഴിലാക്കി മെതിച്ചു കളയും. അതെ, നിശ്ചയമായിട്ടും ആ വചനത്തിൻ്റെ ശക്തി ചലിക്കും. അവിടെ പറയുന്നത് എന്തുവാണ്? ഒന്ന്, നമ്മുടെ ദൈവം സമാധാനത്തിൻ്റെ ദൈവമാണ്. രണ്ട്, സാത്താനെ നിശ്ചയമായിട്ടും ദൈവം കാൽക്കീഴിലാക്കും. ഒരു തർക്കവുമില്ല. കാരണം കാൽവരിയിൽ അവൻ്റെ തലയെ തകർത്ത ആ കർത്താവ് അവൻ്റെ സകല തന്ത്രങ്ങളെയും ഉടച്ചു കളയും. എന്നാൽ അതിൻ്റെ ഇടയിലൊരു ഭാഗമുണ്ട്, വേഗത്തിൽ. എപ്പോഴാണ് ഈ വേഗത്തിൽ ഇത് സംഭവിക്കുന്നത്? നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് നമ്മുടെ യാത്രയിൽ ഓരോ സാഹചര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ പ്രാർത്ഥനയിൽ ഈ വചനങ്ങളൊക്കെ പറയുന്നത്. വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഒരു വിഷയത്തിനകത്ത് വിടുതൽ കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ പ്രാർത്ഥിച്ച വിഷയത്തിനകത്ത് മറുപടി കിട്ടിയില്ലെങ്കിൽ ഈ വചനം ഇട്ടിട്ട് പോകുന്ന ഒത്തിരി പേരെ കാണാൻ പറ്റും. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, വചനത്തിന് ശക്തിയുണ്ട്. പക്ഷേ നമ്മുടെ സമയമല്ല ദൈവത്തിൻ്റെ സമയം. അവിടെയാ പ്രശ്നം. കൃത്യമായിട്ടും ദൈവം വേഗത്തിൽ എന്ത് ചെയ്യും? സാത്താനെ കാൽക്കീഴിലാക്കും, മെതിച്ചു കളയും. കാരണം അവൻ ചത്ത സാത്താനാണ്, അവന് ജീവനില്ല. എന്നാൽ അലർന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് പറഞ്ഞ് ഊടാടി സഞ്ചരിക്കുന്ന ചില ശബ്ദങ്ങൾ, ഒരു ഭക്തനെ തകർത്ത് കളയുന്ന ചില ശബ്ദങ്ങൾ. മല്ലനായ ഗോലിയാത്ത് 40 ദിവസം ഇസ്രായേലിൻ്റെ രാജാവിനെയും ആ പടയാളികളെയും വെല്ലുവിളിക്കുമ്പോൾ, 40 ദിവസത്തെ വെല്ലുവിളിയാണ്. ദൈവത്തിന് വേണമെങ്കിൽ ആദ്യത്തെ ദിവസം തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഗോലിയാത്തിനെ തകർക്കാൻ പറ്റും. പക്ഷേ ദൈവത്തിൻ്റെ സമയമായപ്പോൾ കാട്ടിൽ കടന്ന ഒരു ഭക്തനെ കൊണ്ടുവന്ന് ഒറ്റ കല്ലിൽ ഗോലിയാത്തിൻ്റെ തലയെ തകർത്തതുപോലെ അവിടെയാ പ്രിയരെ ആ വേഗത്തിൽ എന്ന വചനത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നത്. ദൈവത്തിൻ്റെ സമയമായപ്പോൾ 40 ദിവസത്തെ വെല്ലുവിളി ഒറ്റ കല്ലിൽ ദൈവം തകർത്ത് കളഞ്ഞെങ്കിൽ, ഈ വചനത്തിൻ്റെ ശക്തിയാൽ സമാധാനത്തിൻ്റെ ദൈവമോ വേഗത്തിൽ എൻ്റെ ജീവിതത്തിനകത്ത് എപ്പോഴാണോ ദൈവം ആഗ്രഹിക്കുന്ന ഒരു വിടുതൽ വരേണ്ടത്, ആ സമയത്ത് വേഗത്തിൽ സാത്താനെ കാൽക്കീഴിലാക്കും, മെതിച്ചു കളയും എന്ന വിശ്വാസത്തോടെ വചനത്തിൽ മുറുകെ പിടിച്ച് അടിയുറച്ച് സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.